ഇത് മിറാനയുടെ സ്പെക്ട്രയാണ്. ഇത് 1/10 സ്കെയിലാണ് വരുന്നത്. 4x4 ആണ് ഈ ഒരു RC വരുന്നത്. അതുകൂടാണ്ട് തന്നെ ഇന്ത്യമേഡാണ്. കസ്റ്റമർ ഇതിൻ്റെ ഒരു റിമോട്ടിൻ്റെ ഈ ഒരു ലോക്ക് ഒടിഞ്ഞു പോയിട്ട് ഇവരുടെ വെബ്സൈറ്റിൽ നിന്ന് തന്നെ കസ്റ്റമർ പുതിയ റിമോട്ട് എടുത്താണ്. റിമോട്ട് എടുത്തതിന് ശേഷം വന്നങ്ങനെ കംപ്ലയിൻറ്റ് ഞാൻ ചെക്ക് ചെയ്ത് കാണിച്ചേരാടാ. വണ്ടി മൂവ് ആവുന്നില്ല. ആ ഒരു മൂളിച്ച മാത്രമേ വണ്ടിക്കകത്ത് നിന്ന് കേൾക്കുന്നുള്ളൂ. സ്റ്റിയറിംഗ് സൈഡ് കുഴപ്പമില്ല കേട്ടോ, പക്കയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ത്രോട്ടിൽ സൈഡാണ് പോയേക്കുന്നത്. ഈ ഒരു മൂളിച്ച മാത്രമേ ഉള്ളൂ കേട്ടോ വണ്ടിക്ക്. അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് അഴിച്ചു നോക്കാം എന്താണ് ആ ഒരു മൂളിച്ച വന്നേന്ന്. നമുക്ക് ആദ്യം ഇതിൻ്റെ ഈ ഒരു മോട്ടറിൻ്റെ കവറൊന്ന് അഴിച്ചു നോക്കാം കേട്ടോ. മോട്ടറിൻ്റെ പെനിയൻ വല്ലതും കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടെന്ന് ആദ്യം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ ഒരു മോട്ടറിൽ നിന്ന് ഈ ഒരു പെനിയൻ ഗിയർ ലൂസായി പോയതാണ്. അതാണ് ആ ഒരു മൂളിച്ച വന്നിരുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോട്ടർ വർക്ക് ചെയ്യും, പക്ഷേ ഈ പെനിയൻ ഗിയർ വർക്ക് ചെയ്യില്ല. ഇങ്ങനെ ഷാഫ്റ്റുമായിട്ട് ലൂസായിരിക്കുന്നത് കാരണം. അപ്പോൾ നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം രണ്ടാമതൊന്ന് ത്രെഡ് ലോക്ക് ഇട്ടൊന്ന് റീസെറ്റ് ചെയ്യാനുണ്ട്. ഈ മോട്ടറിലെ ഈ ഒരു ഷാഫ്റ്റിൽ ആ ഗ്രീസൊക്കെ ഒഴുകി വന്ന് കയറിയിട്ടുണ്ട്. ഇത് നമ്മൾ ക്ലീൻ ചെയ്യാണ്ട് രണ്ടാമത് ആ പെനിയനിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പഴയ കണ്ടീഷൻ പിന്നെയും ഇതിന് വരുവാണ്. അതുകൊണ്ടാണ് ഇത് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്യണമെന്ന് പറയുന്നത്. ഇപ്പൊ സംഭവം ലോക്കായിട്ടുണ്ട് കേട്ടോ. നമ്മളപ്പോൾ മോട്ടർ വണ്ടിയിൽ സെറ്റ് ചെയ്ത് സംഭവം നല്ല ഉഷാറാക്കിയിട്ടുണ്ടാ. നമുക്ക് വണ്ടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നാല് വീലും നല്ല ലോഡ് ഇറങ്ങും കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇപ്പോഴാണ് ആ വണ്ടിയുടെ ഒരു യഥാർത്ഥ പെർഫോമൻസ് കിട്ടുക കേട്ടോ വണ്ടിക്ക്.